ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സഫിയ വധക്കേസിലെ പ്രതികൾ കുറ്റക്കാരെന്ന കോടതി. ഒന്നാം പ്രതി ഹംസ ഉൾപ്പെടെ 3 പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തി. 2 പ്രതികളെ വെറുതെ വിട്ടു. ദേശീയപാതയിലെ ചതിക്കുഴി വില്ലനായി. ചെമ്മട്ടം വയലിൽ മിൽമയുടെ വാഹനം മറിഞ്ഞു. മടിക്കൈ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് പദ്ധതി. ഗ്രാമവികസന സെമിനാർ വെള്ളച്ചേരിയിൽ നടന്നു. നന്മയുടെ സന്ദേശവുമായി ചിന്മയ സന്ദേശ ജ്യോതി യാത്ര കാഞ്ഞങ്ങാട്ടെത്തി. കാഞ്ഞങ്ങാട് നഗരസഭ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പേർ സംഗമത്തിൽ പങ്കെടുക്കാനെത്തി. ചായോത്തെ നിതിൻ ലാൽ ചെന്നൈ FC-യുടെ ഗോൾ കീപ്പറാകും. വഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദൃഢകലശം ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ വിശദമായി. സഫിയ വധം വിധി പ്രസ്താവിച്ചു. 3 പ്രതികൾ കുറ്റക്കാർ. 2 പേരെ വെറുതെ വിട്ടു. ശിക്ഷ ബുധനാഴ്ച പ്രഖ്യാപിക്കും. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. കോളിളക്കം സൃഷ്ടിച്ച സഫിയ വധക്കേസിന്റെ വിധി ജില്ലാ സെഷൻസ് കോടതി പ്രഖ്യാപിച്ചു. 3 പേരെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. പൊവ്വൽ മാസ്തിക്കുണ്ടിലെ KC ഹംസ, ഭാര്യ മൈമൂന അബ്ദുള്ള എന്നിവരെയാണ് കുറ്റക്കാരായി കോടതി കണ്ടെത്തിയത്. ആദൂർ സ്റ്റേഷനിൽ ASI ആയിരുന്ന ഗോപാലകൃഷ്ണനെയും ഇടനിലക്കാരനെയും കോടതി വെറുതെ വിട്ടു. സെഷൻസ് കോടതി ജഡ്ജി ശക്തിധരനാണ് കേസിൽ വിധി പറഞ്ഞത്. തങ്ങൾക്ക് നീതി ലഭിച്ചുവെന്ന് സഫിയയുടെ പിതാവ് മൊയ്തു പറഞ്ഞു. കോടതി നല്ല ശിക്ഷ കൊടുക്കും, വിശ്വാസം. ഞങ്ങളൊന്നിച്ച് സമരത്തിലും എല്ലാത്തിലും ഒന്നിച്ച് എല്ലാവർക്കും നന്ദി പറയും. ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിക്കോടെ ശിക്ഷ കൊടുക്കും. സഭയ്ക്ക് നീതി കിട്ടി ഞങ്ങൾ വിശ്വസിക്കുന്നു. പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞെന്ന് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് C ഷുക്കൂർ പറഞ്ഞു. 2 പേരെ വെറുതെ വിട്ട സംഭവത്തിൽ പരിശോധന നടത്തുമെന്നും അഡ്വക്കേറ്റ് C ഷുക്കൂർ പറഞ്ഞു. ഏറ്റവും നമ്മുടെ കോടതിയിൽ സമർപ്പിച്ച രേഖകളെയും അതുപോലെ സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായ വിധിയെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ 2 പ്രതികളെ വെറുതെ വിട്ടതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾ പരിശോധിക്കും. അതിനാവശ്യമാണെങ്കിൽ അതിൽ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അപ്പീൽ ഫയൽ ചെയ്യും. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു കേസിൽ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് പ്രോസിക്യൂട്ടർ എന്നതിൽ എൻ്റെ ദൗത്യം. അത് നിർവഹിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദേശീയപാതയിൽ മിൽമയുടെ വാഹനം മറിഞ്ഞു. അപകടത്തിനിരയാക്കിയത് റോഡിലെ ചതിക്കുഴി. ചെമ്മട്ടം വയൽ ദേശീയപാതയിൽ മിൽമയുടെ വാഹനം മറിഞ്ഞു. മലയോരത്തേക്ക് പാലുമായി പോവുകയായിരുന്ന വാഹനമാണ് മറിഞ്ഞത്. ദേശീയപാതയിലെ ചതിക്കുഴിയിൽ ചാടാതിരിക്കാൻ വാഹനം വെട്ടിച്ചപ്പോഴാണ് മറിഞ്ഞത്. ഡ്രൈവർ മൗക്കോട് സ്വദേശി ജോണി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാഹനത്തിലുണ്ടായിരുന്ന പാൽ റോഡിൽ ചിന്നിച്ചിതറി. ദേശീയപാതയിലെ മരണക്കുഴികളിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിട്ടുണ്ട്. മഴ കനത്തതോടെ ദേശീയപാതയുടെ തകർച്ച പൂർണ്ണമായിട്ടുണ്ട്. റോഡിന്റെ തകർച്ച മൂലം വാഹനങ്ങൾക്ക് നേരിടുന്ന തകരാറുകൾ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നത് നിത്യസംഭവമായി തീർന്നിട്ടുണ്ട്. മടിക്കൈ പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഗ്രാമവികസന സെമിനാർ തുടങ്ങി. വെള്ളച്ചേരി വാർഡ് വികസന സെമിനാർ നടന്നു. പഞ്ചായത്തിന്റെ 10 വർഷത്തെ വികസനം ലക്ഷ്യമിട്ടാണ് ഗ്രാമവികസന സെമിനാർ സംഘടിപ്പിക്കുന്നത്. വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പദ്ധതി രൂപീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മടിക്കൈ പഞ്ചായത്തിലെ വെള്ളച്ചേരി വാർഡിലെ സെമിനാർ ഡെപ്യൂട്ടി കളക്ടർ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത അധ്യക്ഷയായി. ഈ വികസന സെമിനാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, സംസ്ഥാനത്തും അതുപോലെ ദേശീയ തലത്തിലും ശ്രദ്ധയെ ആകർഷിച്ച ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. കാർഷിക രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും ഒട്ടേറെ മാറ്റങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ജനവിഭവം തന്നെയാണ്. അതോടൊപ്പം തന്നെ പ്രാദേശിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വികസനത്തിന് വേണ്ടി മുൻതൂക്കം നൽകുകയാണ്. വാടങ്കം കമലം, നളിനി, P നാരായണൻ, KV കുമാരൻ, M കുഞ്ഞമ്പു, കുട്ട്യൻ മാസ്റ്റർ, T ഉണ്ണികൃഷ്ണൻ, കുഞ്ഞകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 3ാം വാർഡംഗം PV ലക്ഷ്മി സ്വാഗതം പറഞ്ഞു. ചിന്മയാനന്ദ സ്വാമിയുടെ ജന്മശതാബ്ദി ആഘോഷം. ചിന്മയ സന്ദേശ ജ്യോതി യാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം. സ്വാമി ചിന്മയാനന്ദജിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ചിന്മയ സന്ദേശവാഹിനി ജ്യോതിയാത്ര സംഘടിപ്പിക്കുന്നത്. ഭാരതത്തിലെ 25 സംസ്ഥാനങ്ങളിലും ജ്യോതിയാത്ര പ്രയാണം നടക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നൽകിയ സ്വീകരണ സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ
സാമൂഹിക ദർശനങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ തന്നെ പറഞ്ഞതാണ് ഇന്ന് എന്താണ് എന്നതാണ് നാളെയുടെ ഭാഗമായിട്ടുള്ളത്. നാളെ എന്ത് കൊയ്യണം എന്നുള്ളത് ഇന്ന് എന്താണ് വിളയിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത്. സംഘാടക സമിതി ചെയർമാൻ പി ദാമോദർ പണിക്കർ അധ്യക്ഷനായി. ഡോക്ടർ KG പൈ, വി കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. SFI മൂലക്കണ്ടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. മൂലക്കണ്ടം ഷാവേഴ്സ് ക്ലബിലാണ് പഠനോത്സവം നടന്നത്. അറിവിന്റെ ചെപ്പ് തുറക്കുന്ന കുസൃതി ചോദ്യവും പ്രശ്നോത്തരിയുമൊക്കെയാണ് പഠനോത്സവത്തിൽ ഉൾപ്പെടുത്തിയത്. കുട്ടികൾക്കായി കടങ്കഥ, കുസൃതി ചോദ്യം തുടങ്ങിയ മത്സര പരിപാടികൾ നടന്നു. SFI മേഖലാ പ്രസിഡന്റ് VV മിഥുൻ അധ്യക്ഷനായി. ഈ നാട്ടിൽ ഒരുപാട് വിദ്യാർത്ഥി സംഘടനകളുണ്ട് ഇല്ലേ? ഏതൊക്കെയുണ്ട്? AC ഉണ്ട്, AVIP ഉണ്ട്, MSF ഉണ്ട്. ഈ സംഘടനകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്തുകൊണ്ട് SFI കേവലം സംഘടനാപരമായിട്ടുള്ള സംഘടനയ്ക്ക് മാത്രം പുറത്തിട്ടാവുന്ന മുദ്രാവാക്യങ്ങൾക്കപ്പുറത്തേക്ക് ഇങ്ങനെ കടങ്കഥകൾ ഇല്ലേ, യുക്തിചിന്തയുടെ ചോദ്യങ്ങളൊക്കെ ഉണർത്തുമെന്ന് ചോദിച്ചാൽ ഇതാണ് SFI. SFI സംസ്ഥാന കമ്മിറ്റി അംഗം മഹേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അർച്ചന, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV പത്മിനി, C ബാലകൃഷ്ണൻ, KM സുധാകരൻ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി CK ശില്പരാജ് സ്വാഗതം പറഞ്ഞു. മഞ്ചേശ്വരം തുമിനാട് ബസ് സ്കൂട്ടറിലിടിച്ച് 2 യുവാക്കൾ മരിച്ചു. ഉദ്യാവരിലെ ഷിഹാബ്, കുഞ്ചത്തൂരിലെ സിനാൻ എന്നിവരാണ് മരിച്ചത്. തൂമിനാട് ദേശീയപാതയിൽ ബസ്സും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ച് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന കുഞ്ചത്തൂർ സ്വദേശിയായ 16-കാരൻ ഷിഹാബ്, ഉദ്യാവര സ്വദേശി 18-കാരൻ ഷിനാൻ എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 2:30 സംഭവം. മത്സരിച്ചോടുകയായിരുന്ന സ്കൂട്ടർ യാത്രക്കാരെ തലപ്പാടിയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന IB ഡിലക്സ് എന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. മൃതദേഹങ്ങൾ മംഗൾപാടി മോർച്ചറിയിലേക്ക് മാറ്റി. ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ഒരാളെ സാരമായ പരിക്കുകളോടെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൈഡ് കൊടുക്കാത്തതിന്റെ പേരിൽ തെറിവിളിച്ച സ്കൂട്ടർ യാത്രക്കാരെ സ്വകാര്യ ബസ് ഉദ്ദേശപൂർവ്വം ഇടിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ചിട്ടും നിർത്താതെ പോയ ബസ് തിരിച്ചെത്തിയപ്പോൾ രോഷാകുലരായ നാട്ടുകാർ ഡ്രൈവറെ കയ്യേറ്റം ചെയ്തു. റഹ്മാൻ ഉദ്യാവര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പഠന മികവ് പുലർത്തിയ കുട്ടികൾക്ക് കാവേരിയമ്മ സ്മാരക പുരസ്കാരം വിതരണം ചെയ്തു. വേലേശ്വരം വിശ്വഭാരതി ക്ലബ്ബാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. വേലേശ്വരം പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച കാവേരിയമ്മയുടെ സ്മരണയ്ക്കായി വിശ്വഭാരതി ക്ലബ്ബാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് പുരസ്കാരം വിതരണം ചെയ്തു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി M രാമൻ ഉപഹാരം വിതരണം ചെയ്തു. നമ്മൾ വീട്ടിനകത്ത് ഒരു കമ്മിറ്റി വേണം, ഒരു കമ്മിറ്റി മീൻസ് വേണം കേട്ടോ, ഒപ്പ് വേണം, ഒന്നും വേണ്ട. വീട്ടിനകത്ത് മാസത്തെ ഒരിക്കൽ അച്ഛനും മക്കളും ഏട്ടന്മാരെല്ലാം ഒന്നിച്ചിരിക്കണം ചോദിക്കും. ഇപ്പൊ പറയുന്ന കുഞ്ഞുമക്കളെ, ഇതാ അച്ഛന് ഞാൻ എനിക്കിതാ മാസത്തിന് ശമ്പളം കേൾക്കാം, ഇതാ നിന്റെ അമ്മ പണിക്കൊന്ന് ഇത്ര ശമ്പളമില്ല, നമ്മുടെ ടോട്ടൽ ബജറ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുമാനം ഇത്ര, അതുകൊണ്ട് ഈ ബജറ്റിനകത്ത് നിന്ന് ജീവിക്കാൻ നമുക്ക് കഴിയണം മക്കളെ നമുക്ക് പറഞ്ഞു. പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച അധ്യാപകനായി തെരഞ്ഞെടുത്ത MV രവീന്ദ്രൻ മാസ്റ്ററെയും കോടീശ്വരൻ പരിപാടിയിൽ പങ്കെടുത്ത ദീപ്തി ദാമോദരൻ, MS അർജുൻ എന്നീ കുട്ടികളെയും അനുമോദിച്ചു. CV കൃഷ്ണൻ അധ്യക്ഷനായി. P കൃഷ്ണൻ, KV ബാലകൃഷ്ണൻ, MP സുബ്രഹ്മണ്യൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഇനി പുണ്യം തേടി. കാഞ്ഞങ്ങാട് നഗരസഭ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലാണ് ഇഫ്താർ സംഗമം നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുസ്ലിം സഹോദരി സഹോദരന്മാർ 1 മാസം കാലം നീണ്ടു നിൽക്കുന്ന നോമ്പുകൾ നോറ്റുകൊണ്ട് തൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പാപങ്ങളെ മുഴുവൻ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് പുതിയൊരു മനുഷ്യനായി 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആ നോമ്പിൻ്റെ വ്രതശുദ്ധി വരുന്ന 11 വർഷവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അടുത്ത നോമ്പുകാലത്ത് വീണ്ടും ആ നോമ്പ് എടുത്തുകൊണ്ട് നല്ലൊരു മനുഷ്യരായി നമ്മുടെ സമൂഹത്തിൽ ജീവിച്ച് മുന്നേറാനുള്ള ഒരു പരിശ്രമമാണ് അവർ നോമ്പിലൂടെ നോക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി അധ്യക്ഷനായി.
ഇറ മസ്ജിദ് ഖത്തീബ് MK മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും നഗരസഭയിലെ പ്രധാന ഉദ്യോഗസ്ഥരും ഇഫ്താർ സംഗമത്തിനെത്തി. മടിക്കൈ കമ്മാരൻ AV രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് MC ജോസ്, P നാരായണൻ, A ദാമോദരൻ, A ഹമീദ് ഹാജി, K വേണുഗോപാലൻ നമ്പ്യാർ, V ഗോപി, യൂസഫ് ഹാജി, T മുഹമ്മദ് അസ്ലാം തുടങ്ങിയവർ സംബന്ധിച്ചു. ഉള്ളവർ ഇല്ലാത്തവനെ സഹായിക്കാനായി രംഗത്തിറങ്ങണമെന്ന ചെർക്കളം അബ്ദുള്ള. അജാനൂർ പഞ്ചായത്ത് 17-ാം വാർഡ് കമ്മിറ്റി റിലീഫ് സംഗമം ഒരുക്കി. ഉള്ളവർ ഇല്ലാത്തവനെ സഹായിക്കേണ്ടതാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള പറഞ്ഞു. അജാനൂർ പഞ്ചായത്തിലെ 17-ാം വാർഡ് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച റിലീഫ് സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 6 നിർധന കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീനുകൾ, 5 കുടുംബങ്ങൾക്ക് ധനസഹായവും വിതരണം ചെയ്തു. അബുദാബി KMCC പബ്ലിക് റിലേഷൻ കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട MM നസീറിനെ ചെർക്കളം അബ്ദുള്ള ഉപഹാരം കൈമാറി. A ഹമീദ് ഹാജി, പാലക്കി അബ്ദുൾ റഹ്മാൻ, KH ഹമീദ്, KM മുഹമ്മദ് കുഞ്ഞി, അന്തുമായി, ഹനീഫ് പാലായി, കുഞ്ഞബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ റമദാൻ റിലീഫ് വിതരണം ചെയ്തു. ബേക്കൽ ഇന്റർനാഷണലിലായിരുന്നു റിലീഫ് വിതരണം നടന്നത്. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന റംദാൻ റിലീഫ് വിതരണം മെട്രോ മുഹമ്മദ് ഹാജി നിർവഹിച്ചു. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി ഏകദേശം നിലവിൽ വന്ന് 18 കൊല്ലം കഴിഞ്ഞ് ഇരിക്കുകയാണ്. കുറേ കൊല്ലം ആദ്യം വളരെയധികം നല്ല പ്രവർത്തിച്ച് വളരെയധികം ഇതുപോലെയുള്ള ധനസഹായങ്ങളും അതുപോലെയുള്ള ചികിത്സാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളെ ലക്ഷ്യമായിരുന്നു. ഇപ്പോൾ സജീവമായി തന്നെ മൂന്നാമത്തെ കൊല്ലമാണ് ഇപ്പോൾ സജീവമായി ഇവിടെ ഇതുപോലുള്ള പരിപാടികൾ നമ്മുടെ പരിപാടികൾ നടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി പല ആദ്യകാലം ഓഫീസുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഓഫീസില്ല. അദ്ദേഹം അബൂബക്കർ സാഹിബ് തന്നെ അദ്ദേഹം ഒരു ഓഫീസും ഉണ്ടാക്കുവാൻ കഴിയുള്ള പ്രയത്നത്തിലാണ് ഇപ്പോൾ പരിപാടി നടത്തുവാൻ കഴിഞ്ഞത്. ചടങ്ങിൽ T അബൂബക്കർ ഹാജി അധ്യക്ഷനായി. ചികിത്സാ ധനസഹായങ്ങളും പുതുവസ്ത്രങ്ങളും തൊഴിലുപകരണങ്ങളും വിതരണം ചെയ്തു. മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ കുഞ്ഞാമത് പാലക്കി, K മുഹമ്മദ് കുഞ്ഞി, 14 അബ്ദുൾ റഹ്മാൻ, കുഞ്ഞാമത് പുഞ്ചാവി, ഹമീദ് മദനി, കൊവ്വൽ അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ബഷീർ ആറങ്ങാടി സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇഫ്താർ വിരുന്നും ഒപ്പം മൈലാഞ്ചിയിടൽ മത്സരവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി മൈലാഞ്ചിയിടൽ മത്സരം സംഘടിപ്പിച്ചു. കുട്ടികൾ ആവശ്യത്തോടെയാണ് മൈലാഞ്ചിയിടൽ മത്സരത്തിൽ പങ്കെടുത്തത്. അഴകാർന്ന ഡിസൈനുകളിൽ മൈലാഞ്ചി ഒരുക്കാനായി കുട്ടികൾ മത്സരിക്കുകയായിരുന്നു. മൈലാഞ്ചിയിടലിനായി 100-ൽ പരം കുട്ടികളാണ് എത്തിയത്. ഇഫ്താർ സംഗമവും ശ്രദ്ധേയമായി. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാനെത്തി. മൈലാഞ്ചിയിടൽ മത്സരത്തിൽ LP വിഭാഗത്തിൽ ഹബീബയും രേവതിയും ജേതാക്കളായി. UP വിഭാഗത്തിൽ ശ്രേയയും ശ്രീലക്ഷ്മിയും, ഹൈസ്കൂൾ വിഭാഗത്തിൽ ഷഹീമയും കീർത്തിയും 1ാം സ്ഥാനം നേടി. VHSC വിഭാഗത്തിൽ റംസീനയും മാളവികയും ജേതാക്കളായി. വാർത്തകൾ തുടരുന്നു. കുറ്റിക്കോൽ നെരൂദ ഗ്രന്ഥാലയത്തിന്റെ കോൺഫറൻസ് ഹാൾ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കുറ്റിക്കോൽ നെരൂദ ഗ്രന്ഥാലയത്തിന് പുതുതായി നിർമ്മിക്കുന്ന കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ജൂലൈ 16-ന് നടക്കും. കവി കുരീപ്പുഴ ശ്രീകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ പ്രശസ്ത നാടകകൃത്ത് പ്രൊഫസർ N ശശിധരൻ സാംസ്കാരിക പ്രഭാഷണം നടത്തും. യുവകഥാകൃത്ത് PV ഷാജികുമാർ ഹാൾ നിർമ്മാണത്തിനുള്ള ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങും. അപ്പോൾ കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഈ 16-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിക്ക് കവി കുരീപ്പുഴ ശ്രീകുമാർ നിർവഹിക്കും. ആ സമ്മേളനത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ N ശശിധരൻ സാംസ്കാരിക പ്രഭാഷണം നടത്തും. കഥാകൃത്ത് VP ഷാജികുമാർ കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണത്തിനുള്ള ആദ്യ സംഭാവനകൾ ഏറ്റുവാങ്ങും. കൂടാതെ കുറ്റിക്കോൽ പഞ്ചായത്ത് പ്രസിഡന്റ് P ഗോപാലൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും. ചടങ്ങിൽ T ബാലൻ, P ഗോപിനാഥൻ, BA പ്രിയ ടീച്ചർ, K ബലരാമൻ നമ്പ്യാർ, K രാധാകൃഷ്ണൻ നമ്പ്യാർ, H അനിത, A കരുണാകരൻ, K അഹമ്മദ് ഷരീഫ്, T രാജൻ, ഗോപി കുറ്റിക്കോൽ, ബിനുലാൽ, ഉണ്ണി, പ്രേമൻ മുച്ചുകൊന്ന് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിക്കും. B അബു, M മാധവൻ, P വേണുഗോപാൽ, ശ്രീജിത്ത്, K വേണുഗോപാലൻ, P സുരേഷ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഷായോത്തി നിതിൻ ലാൽ ചെന്നൈയുടെ ഗോൾ വലയം കാക്കും. ഇപ്പോൾ വീട്ടിലുള്ള നിതിൻ ലാൽ അടുത്ത മാസം 2-ാം വാരത്തിൽ ഇറ്റലിയിൽ പരിശീലനത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇക്കഴിഞ്ഞ ദിവസം നടന്ന താരലേലത്തിൽ 16 ലക്ഷം രൂപയ്ക്കാണ് ചെന്നൈ FC ഈ ഗോൾ കീപ്പറെ സ്വന്തമാക്കിയത്. ഫുട്ബോളിൽ മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടും ആരും തിരിച്ചറിയാതെ പോയ ഈ 28-കാരനെ ഇനി നാട് തിരിച്ചറിഞ്ഞേ മതിയാകൂ. ISL താരലേലത്തിൽ കൂടുതൽ പണം ലഭിച്ച മലയാളി താരങ്ങളിൽ 4-മനാകുന്നു നിതിൻ ലാൽ.
ചായം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ MB ശ്രീധരന്റെയും AC വത്സലയുടെയും മകൻ 4ാം ക്ലാസ് മുതൽ കാൽപന്ത് കളിയോട് കൂട്ടുകൂടി. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനമായിരുന്നു ആദ്യ തട്ടകം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്രവാർത്ത കണ്ട് സഹോദരൻ മിഥുൻ രാജാണ് നിതിനെ സായിലെ കോച്ചിംഗ് ക്യാമ്പിൽ കൊണ്ടുപോയത്. ഇന്ത്യൻ ബാങ്ക് ടീമിലായിരുന്നു ക്ലബ്ബ് ഫുട്ബോളിലെ അരങ്ങേറ്റം. ഗോൾവല കാക്കുന്ന കരുത്തിന് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ത്യൻ ബാങ്കിനെ തുറന്ന് പൂനെ FC, മുംബൈ FC തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടിയും ഗോൾവല കാത്തു. 2005-ൽ കേരളത്തിന്റെ സന്തോഷ് ട്രോഫി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ടീമിൽ ഇടം ലഭിച്ചില്ല. തുടർന്ന് തമിഴ്നാട്ടിലേക്ക് ചേക്കേറി. 2008-ൽ സന്തോഷ് ട്രോഫിയിൽ 3ാം സ്ഥാനം നേടിയ തമിഴ്നാടിന് വേണ്ടി ജേഴ്സി അണിഞ്ഞു. 6 വർഷമായി മുംബൈ FCയുടെ താരമാണ്. ക്യാപ്റ്റനായും പ്രവർത്തിച്ചു. അതിനിടെ 3 തവണ I ലീഗ് ജേതാക്കളായ ടീമിൽ അംഗമാകാനും കഴിഞ്ഞു. ടീം കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. ഇതൊരു ഭാഗ്യമായി കരുതുന്നു. വേൾഡ് കപ്പ് പ്ലേയേഴ്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റുന്നതും ഇങ്ങനൊരു അവസരം ലഭിച്ചിട്ട് വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദിയും കടപ്പാടുണ്ട്. I ലീഗിൽ മാൻ ഓഫ് ദി മാച്ച്, ബെസ്റ്റ് കീപ്പർ തുടങ്ങിയ ബഹുമതികളും തേടിയെത്തി. ISLന് തയ്യാറെടുക്കാൻ ചെന്നൈയിൽ FC കോച്ചിംഗ് ക്യാമ്പ് ഒരുക്കുന്നത് ഇറ്റലിയാണ്. ഓഗസ്റ്റ് 2ാം വാരത്തിലെ കോച്ചിംഗ് ക്യാമ്പിന് പോകാനുള്ള ഒരുക്കത്തിലാണ് ഈ ഫുട്ബോൾ താരം. ന്യൂസ് ബ്യൂറോ, ചോയ്യമ്പുഴ. SLC+2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെ കിനാനൂർ കരിന്തളം യൂത്ത് കോൺഗ്രസ് അനുമോദിച്ചു. ചോയങ്കോട് രാജീവ് ഭവനിലാണ് അനുമോദനം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സാജിദ് മൗവൽ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉപഹാരങ്ങളും സമ്മാനിച്ചു. നമ്മുടെ കുട്ടികളുടെ മേൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളുടെ വാസനകൾ മനസ്സിലാക്കാതെ, അവന്റെ കഴിവുകൾ മനസ്സിലാക്കാതെ, അവന്റെ അഭിരുചികൾ മനസ്സിലാക്കാതെ അവനെ പലപ്പോഴും അടിച്ചേൽപ്പിക്കുന്ന ഒരു വലിയ വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കുന്ന ഒരു വലിയ ദുരന്തം നമ്മളൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ നമ്മുടെ മക്കൾ വളരുമ്പോൾ തീരുമാനിക്കുകയാണ്, അവൻ ഡോക്ടറാവണം, അവൻ എഞ്ചിനീയർ ആകണം, അതല്ലെങ്കിൽ അവൻ മറ്റ് പല മേഖലകളിലേക്കും പോകണം എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുകയാണ്. ചിലപ്പോ ആ കുട്ടിയുടെ കണ്ഠനാളങ്ങളിൽ സംഗീതത്തിന്റെ ഏറ്റവും വലിയ നാദസ്വരം ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മളത് കാണാറില്ല. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മകനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ നമ്മളെല്ലാം മറന്നുകൊണ്ട് അവന് വേണ്ടി നമ്മൾ ഉറക്കമൊഴിയുമ്പോൾ നാം ആലോചിക്കണം, നമ്മുടെ മക്കളെ, നമ്മുടെ മകനെ അല്ലെങ്കിൽ നമ്മുടെ മകളെ അവനെ നിങ്ങൾ ഉയർത്തുകയല്ല ചെയ്യുന്നത്, അവന്റെ മാനസികമായി അവനെ ഹരാസ് ചെയ്തുകൊണ്ട് അവന്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV ജയകുമാർ അധ്യക്ഷനായി. നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയംകോട്, KSU ജില്ലാ പ്രസിഡന്റ് BP പ്രദീപ് കുമാർ, ബാബു കോഹിനൂർ, CO സജി, ദിനേശൻ പെരിയങ്ങാനം, മനോജ് തോമസ്, ഉമേശൻ വേലൂർ, C സുഭാഷ്, ദീപ, A ശശിധരൻ എന്നിവർ സംസാരിച്ചു. TV രാജൻ സ്വാഗതവും രഞ്ജു കുര്യൻ നന്ദിയും പറഞ്ഞു. പുല്ലൂർ കണ്ണാങ്കോട്ട ആരണ്യത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശോത്സവം. നാൾമരം മുറിക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. പുല്ലൂർ കണ്ണങ്കോട്ട് ആരണ്യത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ക്ഷേത്ര നട തുറന്ന് പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം പെരുങ്കൊല്ലന്റെ നേതൃത്വത്തിൽ നാൾമരം മുറിച്ചു. ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾക്ക് ശ്രീരാമൻ മധുരമ്പാടിത്തായരും നാൾമരം മുറിക്കൽ ചടങ്ങിന് പെരുങ്കൊല്ലൻ മൂലപ്പള്ളി ദാമോദരനും കാർമ്മികത്വം വഹിച്ചു. ചന്തൂട്ടി വെളിച്ചപ്പാടൻ, കരിയൻ വയലിൽ തണ്ടാൻ തുടങ്ങിയവരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദൃഢകലശം ഭക്തിയുടെ നിറവിൽ നടന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ നവീകരണ ബ്രഹ്മകലശോത്സവത്തിന് ശേഷം നടക്കേണ്ട ദൃഢകലശം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. താന്ത്രിക വിധി പ്രകാരം ബ്രഹ്മകലശത്തിനു ശേഷം 48ാം ദിനമാണ് ദൃഢകലശം നടക്കുന്നത്. കലശാഭിഷേകം, സാന്നിധ്യ കലശാഭിഷേകം, ഉപദേവന്മാർക്ക് കലശാഭിഷേകവും നടന്നു. ചടങ്ങുകൾക്ക് ശേഷം ആഘോഷ കമ്മിറ്റി യോഗം നടന്നു. വേണുഗോപാലൻ നമ്പ്യാർ അധ്യക്ഷനായി. PV കുഞ്ഞിക്കണ്ണൻ, ജനാർദ്ദനൻ വെള്ളിക്കോത്ത്, നരീക്കോട് രാധാകൃഷ്ണൻ, PV കൃഷ്ണൻ, N കേളു നമ്പ്യാർ, വിഷ്ണു നമ്പൂതിരി, A വേലായുധൻ എന്നിവർ സംസാരിച്ചു. പിലിക്കോട്ടെ പ്രസിദ്ധമായ രയരമംഗലം ഭഗവതി ക്ഷേത്ര നീലമ്പലത്തിന്റെ പ്രദക്ഷിണപഥം ചെങ്കല്ല് പാകും. ഫണ്ട് ശേഖരണം കഴിഞ്ഞ ദിവസം തുടങ്ങി. ക്ഷേത്രം ഓഫീസ് കെട്ടിടത്തിന് കുറ്റിയുമടിച്ചു. ക്ഷേത്ര നവീകരണ സമിതിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ കൊയ്യം ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഈ അടുത്ത കാലത്തായി ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം, 10-15 വർഷം
നേതൃത്വമായി നമ്മുടെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മ വളരെ താല്പര്യത്തോടെ നമ്മുടെ ക്ഷേത്രങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിനൊരു ഭാഗമാക്കി നമ്മുടെ ക്ഷേത്രത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമകരമായ ജോലികൾ ഇന്ന് മലബാറിലെ മിക്ക ക്ഷേത്രങ്ങളുടെ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റികൾ ഏറ്റെടുക്കുന്നുണ്ട്. ഭക്തജനങ്ങളുടെ കൂട്ടായ്മ അത്ഭുതം പുലർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് മലബാറിലെ മിക്ക ക്ഷേത്രങ്ങളിൽ നടക്കുന്നു. ദേവസ്വം ബോർഡിന്റെ ഫണ്ടൊന്നുമല്ല. ദേവസ്വം ബോർഡിന്റെ ഫണ്ട് എന്ന് പറയുന്നത് വളരെ കുറച്ച് സംഖ്യകൾ, അത് കൊടുത്താൽ എല്ലാ വർഷവും കൊടുക്കാൻ കഴിയുമെങ്കിൽ കുറേശ്ശൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നാട്ടുകാരുടെ ഫണ്ടാണ്, അവർ സ്വരൂപിക്കുന്ന ഫണ്ടാണ് നമ്മുടെ ക്ഷേത്ര നിർമ്മാണങ്ങളുമായി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലോട്ട് പോകുന്നത്. നവീകരണ സമിതി പ്രസിഡന്റ് പി ദാമോദര പൊതുവാൾ മാസ്റ്റർ ഫണ്ട് ഏറ്റുവാങ്ങി. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ടി വി കൃഷ്ണൻ അധ്യക്ഷനായി. മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ കെ മുരളി, ട്രസ്റ്റി ബോർഡ് അംഗം പി സി അപ്പുകുട്ടൻ മാസ്റ്റർ, എക്സിക്യൂട്ടീവ് ഓഫീസർ എം നാരായണൻ, നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ വി കൃഷ്ണൻ മേസ്ത്രി എന്നിവർ സംസാരിച്ചു. നവീകരണ സമിതി ജനറൽ സെക്രട്ടറി എൻ കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ടി വി സുരേഷ് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഫിയ വധക്കേസിലെ പ്രതികൾ കുറ്റക്കാരെന്ന കോടതി. ഒന്നാം പ്രതി ഹംസ ഉൾപ്പെടെ 3 പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തി. 2 പ്രതികളെ വെറുതെ വിട്ടു. ദേശീയപാതയിലെ ചതിക്കുഴി വില്ലനായി. ചെമ്മട്ടം വയലിൽ മിൽമയുടെ വാഹനം മറിഞ്ഞു. മടിക്കൈ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് പദ്ധതി. ഗ്രാമവികസന സെമിനാർ വെള്ളച്ചേരിയിൽ നടന്നു. നന്മയുടെ സന്ദേശവുമായി ചിന്മയ സന്ദേശ ജ്യോതി യാത്ര കാഞ്ഞങ്ങാട്ടെത്തി. കാഞ്ഞങ്ങാട് നഗരസഭ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പേർ സംഗമത്തിൽ പങ്കെടുക്കാനെത്തി. ചായോത്തെ നിതിൻ ലാൽ ചെന്നൈ FC-യുടെ ഗോൾ കീപ്പറാകും. വഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദൃഢകലശം ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.